എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 മാർച്ച് 14 സൂര്യൻ മീനം രാശിയിലേക്ക് കടക്കുകയാണ്. മീനമാസത്തിലേക്ക് കടക്കുമ്പോൾ 27 നക്ഷത്രക്കാരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ദോഷപരിഹാരത്തിന് വേണ്ടി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ. മീനമാസത്തിൽ അവരുടെ ദശാസന്ധി ദോഷം, ദശാദോഷം എന്നിവയ്ക്കൊക്കെ 27 നക്ഷത്രക്കാരും അനുഷ്ഠിക്കേണ്ട വിവിധ വഴിപാടുകളെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അവർക്ക് വിവിധ ദശാകാലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഓരോ നാളുകാരും അവരുടെ ദോഷപരിഹാരത്തിന് വേണ്ടി ആ രാശ്യാധിപന്മാരെയൊക്കെ ആരാധിക്കുന്നത് നല്ലതാണ്. ഗുണവർദ്ധനവിനും ഐശ്വര്യത്തിനുമൊക്കെ വേണ്ടി ചെയ്യാവുന്ന ചില ദോഷപരിഹാരങ്ങളൊക്കെ ഉണ്ട്. ആ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് മൂലം നമുക്കുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയുന്നതാണ്. എന്തൊക്കെ ദോഷപരിഹാരങ്ങളാണ് ഈ മീനമാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാർ മീനമാസത്തിൽ എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. മേടക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അവരുടെ ദോഷഫലങ്ങളെ പരിഹരിക്കുന്നതിനും അവരുടെ ഗുണവർദ്ധനമൊക്കെയായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ കൂടാതെ ശാസ്താക്ഷേത്രത്തിൽ എള്ള് പായസമൊക്കെ വഴിപാടായി സമർപ്പിക്കുന്നത് അവരുടെ ദോഷപരിഹാരങ്ങളൊക്കെ മാറുന്നതിന് ഏറ്റവും നല്ലതാണ്. ഇടവക്കൂറുകാർ കാർത്തികയുടെ അവസാനത്തെ 1/4 ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി വരുന്ന ഇടവക്കൂറുകാർ. ഈ കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാരുടെ ദോഷപരിഹാരത്തിന് വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ വെണ്ണ വഴിപാടായൊക്കെ സമർപ്പിക്കാം. അതുപോലെ നാഗദൈവങ്ങൾക്കൊക്കെ 100 പാലും അഭിഷേകമൊക്കെ നടത്തുന്നത് മീനമാസത്തിലെ ഇവരുടെ ദോഷപരിഹാരത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുന്നതും നല്ലതാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗവും വരുന്ന മിഥുനക്കൂറുകാർക്ക് അവരുടെ ദോഷങ്ങളൊക്കെ അകലുന്നതിനും ഗുണവർദ്ധനവിനും ഒക്കെയായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുക. അതുപോലെ ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ പഞ്ചാമൃതമൊക്കെ വഴിപാടായി സമർപ്പിക്കുന്നതിലൂടെ ദോഷഫലങ്ങളൊക്കെ അകറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഗണപതി ഭഗവാനെ സ്ഥിരമായിട്ട് ആരാധിക്കുന്നതും ഈ രാശിക്കാർക്ക് നല്ലതാണ്. ഇനി കർക്കടകക്കൂറ് പുണർദത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗം, പൂയവും ആയില്യം വരുന്ന കർക്കടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ അവരുടെ ജന്മനക്ഷത്ര ദോഷപരിഹാരത്തിനൊക്കെ വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. വിഷ്ണുവിനെ പാൽപ്പായസമൊക്കെ വഴിപാടായി സമർപ്പിക്കാം. അതുപോലെ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി ശാസ്താവിനെ എള്ളുതിരി നീരാഞ്ജനം ഒക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഗണപതി ഭഗവാന്റെ മുന്നിൽ തേങ്ങ ഉടയ്ക്കുന്നത്, അതുപോലെ ഗണപതി ഹോമമൊക്കെ നടത്തുന്നത് ദോഷഫലങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതാണ്. മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം വരുന്ന ചിങ്ങക്കൂറുകാർ. ഈ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ദോഷപരിഹാരത്തിന് വേണ്ടി ശിവഭഗവാനെ പാലഭിഷേകം, അതുപോലെ ഇളനീർ ധാര ഒക്കെ വഴിപാടായി നൽകാവുന്നതാണ്. കൂടാതെ പിൻവിളക്ക് ഒക്കെ സമർപ്പിക്കുന്നത് ശിവഭഗവാന്റെ കടാക്ഷം മൂലം ദോഷങ്ങളൊക്കെ മാറുന്നതിന് സഹായിക്കും. അതുപോലെ നാഗദൈവങ്ങൾക്കൊക്കെ 100 പാലും വഴിപാടായിട്ട് സമർപ്പിക്കുക. ഇതെല്ലാം തന്നെ നിങ്ങളുടെ ദോഷഫലങ്ങളെ അകറ്റി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഉത്രത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗം, അത്തവും ചിത്രയുടെ ആദ്യത്തെ പകുതിയും വരുന്ന കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ തീരാദുരിതമൊക്കെ മാറുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. അതുപോലെ ഭഗവാന് തൃക്കൈവെണ്ണ സമർപ്പിക്കുന്നത് ഈ ദശാസന്ധി മൂലമുള്ള ദോഷങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ മാറുന്നതിന് സഹായിക്കും. അതുപോലെ ശാസ്താവിന് എള്ളുതിരി വഴിപാട് സമർപ്പിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം ദോഷഫലങ്ങളെ അകറ്റുന്നതാണ്. ചിത്രയുടെ അവസാനത്തെ പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം വരുന്ന തുലാക്കൂറുകാർക്ക് അവരുടെ ദോഷഫലങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിന് ഗുണവർദ്ധനവിനും ഒക്കെ വേണ്ടി
ശാസ്താവിന് എള്ളുതിരി സമർപ്പിക്കുന്നത് നല്ലതാണ്. അതൊക്കെ അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം കൊണ്ടുവരും. അതുപോലെ ജോലിയിലൊക്കെ അനുകൂല അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഒക്കെ ചെയ്യുക. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും വരുന്ന വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ അവരുടെ ദോഷഫലങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതുകൂടാതെ മഹാവിഷ്ണുവിന് പാൽപ്പായസം വഴിപാടൊക്കെ സമർപ്പിക്കുക. അതുപോലെ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് നടത്തുക. ഗണപതി ഭഗവാന് കറുകമാലയൊക്കെ വഴിപാട് സമർപ്പിക്കുന്നതിലൂടെ അവരുടെ എല്ലാ തരത്തിലുമുള്ള വിഘ്നങ്ങളും ദോഷങ്ങളും ഒക്കെ അകലുന്നതാണ്. ഇനി ധനുക്കൂറ്, മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും വരുന്ന ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ശാസ്താവിനെ ആരാധിക്കുന്നത് നല്ലതാണ്. അത് എല്ലാ തരത്തിലുമുള്ള അവരുടെ ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന നടത്തുന്നതിലൂടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ നാഗപ്രീതി വരുത്തുന്നതും എല്ലാ ദോഷങ്ങളെയും അകറ്റാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി വരുന്ന മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ദോഷശാന്തിക്കായി ശാസ്താവിനെ ഭജിക്കാവുന്നതാണ്. അതുകൂടാതെ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ ഗണപതി പ്രീതിക്കായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. നാഗദൈവങ്ങൾക്ക് നൂറും പാലും ഒക്കെ വഴിപാടായി സമർപ്പിക്കുന്നതിലൂടെ സന്താനങ്ങൾക്കുള്ള ദോഷങ്ങളൊക്കെ മാറും. അതുപോലെ മുരുകന് ഭസ്മാഭിഷേകം നടത്തുന്നത് നല്ലതാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ ദോഷഫലങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിന് ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്കയൊക്കെ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ ശിവക്ഷേത്രത്തിൽ ഇളനീർ ധാര, അതുപോലെ പാല് കൊണ്ടുള്ള ധാര ഒക്കെ നടത്തുന്നത് മികച്ച ഗുണഫലങ്ങൾ നൽകുന്നതാണ്. അതുപോലെ ഗണപതി ഭഗവാന് മോദകം വഴിപാടായി സമർപ്പിക്കുന്നത് നല്ലതാണ്. ഈ വഴിപാടൊക്കെ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മീനമാസത്തിലുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ചേർന്ന് വരുന്ന മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ദോഷശാന്തിക്ക് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചനയൊക്കെ നടത്തുന്നത് നല്ലതാണ്. ഈ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, കഴിയുന്ന വഴിപാടൊക്കെ നടത്തുക. അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ വഴിപാടൊക്കെ നടത്തുന്നത് ഇവരുടെ ദോഷഫലങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിനും ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നതിന് ഇവരെ സഹായിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞത് വരുന്ന 12 രാശിക്കാരും മീനമാസത്തിൽ അവരുടെ ദോഷ പരിഹാരത്തിനായി ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചാണ്. ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയുകയും ഗുണഫലങ്ങളൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ഈശ്വരചിന്തയോടുകൂടി നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നിങ്ങൾക്ക് വിജയം ഉണ്ടാകുക തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.